എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പോ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണ് നോക്കിയ ഫയർ പവർ ഒക്കെ പറപ്പിച്ചുകൊണ്ട് ഏതോ ഒരുത്തൻ. അവൻ ഫുൾ കലിപ്പില് അവിടേക്ക് വരും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിലായി നമ്മുടെ ബൊറൂട്ടോ, ഷിക്കഡ, ഇവാബെ. അവര് 3 പേരും ഇപ്പൊ അവനെ നോക്കി നിൽക്കും. അവനാണെങ്കില് ഇവാബെ കണ്ടുടൻ അവനെ വെല്ലുവിളിക്കാൻ തുടങ്ങും. ഓ, ഇത് നീയായിരുന്നോ? ചെറിയ കുട്ടികളുടെ കൂടെ പോലും ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയാത്ത ദ ബിഗ് ഫെയിലിയർ ഇവാബെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. അത് കേട്ട് ഇവാബെ അവൻ ഫുൾ കലിപ്പില് അവനെ ഇടിക്കാനായിട്ട് റെഡിയാവും. ഷിക്കടയാണെങ്കില് ഇവാബയെയും ബൊറൂട്ടോയും പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോവും. അപ്പൊ ബൊറൂട്ടോ അവന്റെ പവർ അത് അവേക്കനാവും. അവൻ കാണും ആ ചെക്കന്റെ ബോഡിയിൽ ആ ഡാർക്ക് പവർ. ഉടനെ ബൊറൂട്ടോ അവൻ പറയും, അതെ ഞാൻ കണ്ടു, അവന്റെ ബോഡിയിൽ ഒരു ഡാർക്ക് പവർ ഉണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ പിടിയിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ചാടി വന്ന് അവനെ ചവിട്ടാൻ തുടങ്ങും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് ഓടും. ബൊറൂട്ടോയും അവന്റെ പുറകെ തന്നെ അല്പദൂരം മുൻപോട്ട് പോകുമ്പോഴായിരിക്കും അവൻ അടിച്ച പയ്യൻ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കാണുക. അവന്റെ തൊട്ടടുത്തായി മറ്റൊരു ചെക്കൻ. അവൻ ബൊറൂട്ടോയെ നോക്കി അങ്ങനെ ചിരിച്ചു നിൽക്കും. കട്ട് ചെയ്ത അടുത്ത സീനില് അക്കാദമി കാണിക്കും. അവിടെ സ്റ്റുഡൻസ് എല്ലാവരും കാര്യമായിട്ട് എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരുടെ മാസ്റ്റർ നമ്മൾ മുൻപ് കണ്ട ആ ഒരു പയ്യനെ അവർക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മാസ്റ്റർ പറയും, ഇവന്റെ പേര് മിത്സുഗി. ഇനി മുതൽ ഇവനും നിങ്ങളുടെ ബാച്ചിലെ ഒരു മെമ്പർ ആയിരിക്കും. അവനെ കണ്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. ഇതവനല്ലേ? അവനെങ്ങനെ ഇവിടേക്ക് എത്തി? ഉടനെ മിത്സുഗി പറയും, ഞാൻ ആക്ച്വലി സൗണ്ട് വില്ലേജിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. ഉടനെ ഷിനോ മാസ്റ്റർ പറയും, സൗണ്ട് വില്ലേജ് എന്ന് പറഞ്ഞ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ വില്ലേജും നമ്മളെപ്പോലെ ഒരു നോർമൽ വില്ലേജ് ആണ്. ഇവിടെ ഷിക്കടയാണെങ്കിൽ ബൊറൂട്ടോയോട് ചോദിക്കും, നിനക്കിവനെ മുൻപ് പരിചയമുണ്ടോ? അതിന് ബൊറൂട്ടോ പറയും, ഉണ്ട്, ഞാൻ കുറച്ച് മുൻപാണ് ഇവനെ കണ്ടത്. ആ ഫയർ റിജക്ട് ചെയ്ത് ഇവാബെ അറ്റാക്ക് ചെയ്യാൻ വന്നവൻ, അവനെ തടഞ്ഞത് ഇവനാണ്. ഇവിടെ ചോയ്ക്കാണെങ്കിൽ അവനെ കുറച്ച് ഇഷ്ടമാവും. വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ. അവനാണെങ്കിൽ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് പതിയെ നടന്നു വന്ന് ബൊറോട്ടോയുടെ അടുത്തിരിക്കും. അവൻ ബൊറോട്ടോയോട് ചോദിക്കും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നോട്ടെ. അതിന് ബൊറോട്ടോ, ഒരു കുഴപ്പമില്ല, ഇനി മുതൽ നീയും ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവൻ വീണ്ടും ചോദിക്കും, നമ്മളെന്താ ആക്ച്വലി പുറത്തിരിക്കുന്നത്? ആ ചോദ്യം കേട്ട് ബൊറൂട്ടോയ്ക്ക് ചിരി വരും. നമ്മുടെ അക്കാദമി തകർന്നുപോയി, വീണ്ടും ബിൽഡ് ചെയ്യാൻ ടൈം ആവശ്യമാണ്. സോ അതുകൊണ്ട് അതുവരെ നമ്മൾ പുറത്തിരുന്നായിരിക്കും പഠിക്കുക. അതിനുശേഷം ഇപ്പൊ ഷിനോ ആണെങ്കിൽ അവർക്കൊരു കണക്കിട്ട് കൊടുക്കും. ബൊറൂട്ടോ അവൻ അവൻ്റെതായ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യും. മാസ്റ്റർ പറയും, ഇത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ അല്ലല്ലോ. ഉടനെ ബൊറൂട്ടോ പറയും, മാസ്റ്റർക്ക് ആൻസർ കിട്ടിയാൽ പോരെ, റൂട്ട് ഏതാണെങ്കിലും ആൻസർ കറക്റ്റ് ആണ്. ഉടനെ ഷിനോ അവൻ അടുത്തൊരു പ്രോബ്ലം ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കും. ബൊറൂട്ടോ തല പുകഞ്ഞ് ആലോചിച്ചിട്ടും അവനെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ഉടനെ മിത്സുഗി അവൻ സിമ്പിളായിട്ട് ഇപ്പൊ അവന്റെ ഇക്വേഷൻസ് ഒക്കെ ഇട്ട് അത് സോൾവ് ചെയ്യാൻ തുടങ്ങും. ഷിനോ ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. മിത്സുഗി, ഞാനിത് നിന്നോട് സോൾവ് ചെയ്യാൻ പറഞ്ഞില്ല. അതിനവൻ പറയും, ബൊറൂട്ടോയ്ക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടേക്ക് വന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ ഇവാബെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മത്സരിക്കുകയാണ്. ആക്ച്വലി ഇത് നമ്മുടെ മാസ്റ്റർ ഷിനോ അദ്ദേഹം കൊടുത്ത ഒരു ടെസ്റ്റാണ്. ആ ഒരു ടെസ്റ്റില് ഇവാബെ അവൻ ബൊറൂട്ടോയെ മലത്തി അടിച്ച് തോൽപ്പിച്ചു കളയും. അതിനുശേഷം മിത്സുഗി അവനായിരിക്കും ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ ഗോതയിലേക്ക് കടന്നു വരിക. ഇവാബെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ മിത്സുഗി അവൻ ചാടി വന്ന് ഒരൊറ്റ കിക്കിന് ഇവാബയെ ആട്ടിച്ച് താഴെയിടും. അതിന് ഇവാബെ അവൻ പറയും, ഞാനൊന്ന് റെഡി ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതിനു മുൻപേ നീ എന്നെ അറ്റാക്ക് ചെയ്തു. മിത്സുഗി കാഷ്വൽ ആയിട്ട് പറയും, ഞാൻ അങ്ങനെയാണ്, വെരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. മിത്സുഗി അവനെ വിടില്ല. അവൻ ചാടി വന്ന് ഇവാബയുടെ ബോഡിയിൽ കയറി അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. മാസ്റ്റർ ഷിനോ ആണെങ്കിൽ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. പക്ഷെ മിത്സുഗി അവൻ വിടാൻ തയ്യാറാവില്ല. ഉടനെ ബൊറൂട്ടോ വന്ന് അവനെ പിടിച്ചു മാറ്റി ഇവാബയോട് സോറി പറയാൻ പറയും. മിത്സുഗി ചോദിക്കും, ഞാൻ എന്തിനാ ഇവനോട് സോറി പറയുന്നേ? ബൊറൂട്ടോ ആണെങ്കിൽ അവനെ നിർബന്ധിക്കും, നീ ചെയ്തത് തെറ്റാണ്, സോ അവനോട് സോറി പറഞ്ഞേ പറ്റൂ. അത് കേട്ട് വേറെ വഴിയില്ലാതെ അവൻ ഇവാബയോട് സോറി പറയും. കട്ട് ചെയ്ത ഷിനോ ആള് കുറേണ സെൻസായുടെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. കുറേണ സെൻസായി ആള് ചോദിക്കും, സൗണ്ട് വില്ലേജിൽ നിന്ന് വന്ന പുതിയ സ്റ്റുഡന്റ് ആൾ എങ്ങനെയുണ്ട്? ഷിനോ ആണെങ്കിൽ
തല താഴ്ത്തി ഒരുപാട് വിഷമത്തിൽ പറയും അവരെല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്കാണ് ഇപ്പൊ പ്രോബ്ലം. എനിക്കൊരു നല്ല ടീച്ചർ ആവാൻ കഴിയുന്നില്ല. കട്ട് ചെയ്ത മിത്സുകി അവനാണെങ്കിൽ ഇപ്പൊ വലിയൊരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി ദൂരേക്ക് നോക്കി എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. മിത്സുകിയുടെ കയ്യിലൂടെ ഇപ്പൊ പാമ്പൊക്കെ അങ്ങനെ ഇഴഞ്ഞിറങ്ങും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരോ ഒരാള് അവനോട് സംസാരിക്കാൻ തുടങ്ങും. നീ അവനെ കണ്ടോ? അതിന് മിത്സുകി അവൻ പറയും ഞാൻ അവനെ കണ്ടു, പക്ഷെ ഒരുപാട് നേരം എനിക്ക് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ അക്കാദമി കാണിക്കും. ഷിനോ ആണെങ്കിൽ അവൻ്റെതായ ഒരു പുതിയ ലുക്കിലായിരിക്കും ഇപ്പൊ ക്ലാസ് ഒക്കെ എടുക്കുക. ഉടനെ ഷിനോ പറയും മറ്റൊരു വില്ലേജിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് മിത്സുകി, അതുകൊണ്ട് ചെറിയൊരു പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രുചികരമായിട്ടുള്ള ഫുഡ് റെഡിയാണ്. അത് കേട്ട് സ്റ്റുഡൻസ് എല്ലാവരും വമ്പൻ ആവേശത്തില് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങും. മിത്സുകി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ഒരുപാട് പേര് അവന്റെ അടുത്തേക്ക് വരും. സ്റ്റീൽ അവനോട് ചോദിക്കും നിങ്ങളുടെ വില്ലേജിൽ ട്രെയിനിങ് ഒക്കെ എടുക്കാൻ നല്ല സൗകര്യമുണ്ടോ? നീ ഇന്നലെ എടുത്ത ആ ഒരു ഡിഫെൻഡിങ് ടെക്നിക്ക് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനാവും പറയും എന്നെ കൊണ്ട് ഒരുമിച്ച് വിങ് സ്റ്റൈലും ലൈറ്റ്നിങ് പവറും അത് രണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും. ലൈറ്റ്നിങ് സ്റ്റൈല് അത് ആക്ച്വലി ഹിഡൻ ക്ലൗഡുകാരുടെ പവറിലെ അതെങ്ങനെ നീ യൂസ് ചെയ്യും? അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാറടെ കാണിക്കും. അവൾക്കാണെങ്കിൽ ആ ഒരു പാർട്ടി അത് ഒത്തിരി ഇഷ്ടാവും. കുട്ടികളെല്ലാവരും വളരെ ആസ്വദിച്ച് പാർട്ടി എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഷിനോ ആള് മനസ്സിൽ ഒത്തിരി സന്തോഷിച്ച് കുറേണ സെൻസായിക്ക് താങ്ക്സ് പറയും. ഉടനെ ക്ലാസ് റെപ്പ് ഇപ്പൊ ഷിനോ മാസ്റ്റർ അടുത്തേക്ക് വരും. അവള് പറയും എല്ലാ കുട്ടികളും ഇപ്പൊ ഒരുമിച്ചാണ്, പരസ്പരം സ്നേഹിച്ചും എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചും അവരിപ്പോ ഒന്നായി മാറി. ആക്ച്വലി ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അത് മാസ്റ്ററിനാണെന്നൊക്കെ പറഞ്ഞ് അവള് മാസ്റ്ററിനെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഷിനോ പറയും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എന്റെ ബെസ്റ്റ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വർഷങ്ങൾക്ക് മുൻപ് ഈ അക്കാദമിയിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ പവറൊക്കെ ഉപയോഗിച്ച് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന പാവകളെ കൊണ്ട് ഇപ്പൊ ഡാൻസ് ഒക്കെ കളിപ്പിക്കാൻ തുടങ്ങും. അത് കണ്ട് കുട്ടികളും അവയോടൊപ്പം ഡാൻസ് കളിച്ച് ആ പാർട്ടി അത് കൂടുതൽ കൂടുതൽ കളർഫുൾ ആക്കി മാറ്റും. കുട്ടികളാണെങ്കിൽ ആ പാവയെ പിടിക്കേണ്ട താമസം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഷിനോയുടെ ഇൻസെക്റ്റുകൾ അവറ്റകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഉടനെ ഷിനോ അവൻ നിലവിളിച്ചു പറയും പ്ലീസ് ദയവ് ചെയ്ത് ആരും ആ പാവകളിൽ തുടരുത്. ആക്ച്വലി ഷിനോ അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ചാണ് ആ പാവകളെ മുഴുവൻ ഡാൻസ് കളിപ്പിച്ചത്. സ്റ്റുഡൻസ് ആണെങ്കിൽ ഇൻസെക്റ്റുകളെ കണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. അത് കണ്ട് മിത്സുകി അവനാണെങ്കിൽ അവന്റെ വിൻ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് വലിയൊരു കാറ്റ് അവിടേക്ക് വീശി അടുപ്പിക്കും. ഉടനെ ആ ഒരു കാറ്റിന്റെ പവറിൽ അവിടെ ഉണ്ടായിരുന്ന ടേബിൾസ്, ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം തന്നെ തെറിച്ചു പോവാൻ തുടങ്ങും. ഷിനോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഇവിടെ മിത്സുകി അവൻ ഈച്ചകളെല്ലാം ഓടിച്ച സന്തോഷത്തില് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. ഷിനോ സെൻസായിക്ക് ആൾക്ക് ഒരുപാട് വിഷമായി ഇപ്പൊ സ്റ്റാഫ് റൂമിലേക്ക് പോവും. ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ പിള്ളേർ സെറ്റ് അവരെല്ലാവരും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ഷിക്കടയും ബൊറൂട്ടോയും ആക്ച്വലി നമ്മൾ ചെയ്തത് കുറച്ച് കൂടിപ്പോയി, സോ നമുക്ക് എല്ലാവർക്കും ചെന്ന് മാസ്റ്ററിനോട് സോറി പറയാം. ബൊറൂട്ടോ ഇപ്പോ മീറ്റ്സുകയോട് തീർച്ചയായിട്ടും മാസ്റ്ററിനോട് സോറി പറയാൻ പറഞ്ഞ് മീറ്റ്സുകയുടെ സ്ഥലത്തേക്ക് നോക്കും. അവിടെ ഇപ്പോ അവനെ കാണാനുണ്ടാവില്ല. അടുത്ത സെക്കൻഡ് എന്തൊക്കെയോ വലിയ പൊട്ടിത്തെറി സൗണ്ടൊക്കെ കേട്ട് നമ്മുടെ പിള്ളേർ സെറ്റ് അവരിപ്പോ അവിടേക്ക് ഓടും. അകത്തേക്ക് വന്ന നമ്മുടെ ആൾക്കാർ കാണും റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ ആ ബിൽഡിങ് അത് വീണ്ടും തകർക്കാണ്. ബൊറൂട്ടോയ്ക്ക് ഉടനെ അവന്റെ കണ്ണ് അത് ചേഞ്ചായി അവരുടെ ബോഡിയിൽ ആ നെഗറ്റീവ് എനർജി കാണാൻ തുടങ്ങും. അപ്പൊ അതേസമയം മിത്സുകി അവനിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ നിനക്കും അത് കാണാൻ കഴിയുന്നുണ്ടല്ലേ? അത് കേട്ട് ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും മിത്സുകിക്കും അത് കാണാൻ കഴിയുന്നുണ്ടെന്ന്. ഇവിടെ സാറയുടെ ആണെങ്കിൽ ആ റിപ്പയർ ചെയ്ത ആളുടെ പിന്നാലെ ഓടി അവനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അവളെ അടിച്ചു തെറിപ്പിക്കും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഷിക്കട അവന്റെ ഷാഡോ പവർ വെച്ച് അവനെ ലോക്ക് ചെയ്യും. ഇവാബയാണെങ്കിൽ വലിയൊരു കട്ടയെടുത്ത് അവന്റെ തലയ്ക്ക് അടിക്കും. ബറൂട്ടോ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ചാടി വന്ന് ഒരു പാമ്പിനെ പോലെ അവനെ ചുറ്റി വലിക്കും. അവന്റെ ബോഡിയിൽ ഇപ്പോഴും ആ പവറുണ്ട്. ബറൂട്ടോ അവനുമായി താഴേക്ക് ചാടുകയാണ്. മിത്സുകിക്കാണെങ്കിൽ
അത് കണ്ട് ടെൻഷനാവും. അവ കറക്റ്റായിട്ട് അവർ രണ്ടുപേരെയും ഇപ്പൊ സേഫായിട്ട് താഴെ ഇറക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ മെക്കാനിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഷിനോ ആണെങ്കിൽ ഇപ്പൊ തിരികെ ക്ലാസ്സിലേക്ക് എത്തും. അടുത്ത സീനില് ഇപ്പൊ ഷിനോ നടന്ന എല്ലാ കാര്യങ്ങളും ഇറൂക്ക മാസ്റ്ററിനോട് പറയും. ഇറൂക്ക ആണ് അക്കാദമിയിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പള്. അതിന് ഇറൂക്ക പറയും, ഇതൊന്നും കണ്ട് നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മറ്റൊരു ടീച്ചറിനെ കൂടെ നിനക്ക് തരാമെന്ന് പറയും. ഇത് കേട്ട് ഒരുപാട് വിഷമത്തില് ഷിനോ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ആ ഒരു നെഗറ്റീവ് എനർജി അതിപ്പോ ഷിനോയുടെ ബോഡിയിൽ വന്ന് അടിച്ച് അത് അവന്റെ ബോഡിയിൽ അബ്സോർബ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷീനോ മാസ്റ്റർ ആള് ബൊറൂട്ടോ, ഷിക്കഡായി, മിത്സുകി അവരെ 3 പേരെയും കാട്ടിലേക്ക് വിളിച്ചു വരുത്തും. അതിനുശേഷം ആ മോൺസ്റ്റർ രൂപത്തില് ഇപ്പൊ അവരുടെ ഇടയിലേക്ക് വരികയാണ്. മാസ്റ്ററുടെ കണ്ണും സംസാരവും എന്നിങ്ങനെ അടിമുടി ചേഞ്ചായി നിൽക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.